ബിഗിനേഴ്സിനുള്ള ഒരു റെസിൻ ആർട്ട് വർക്കുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അതിന് ലെറ്റേഴ്സിൻ്റെ മോൾഡാണ് യൂസ് ചെയ്യുന്നത്. ഈ കീ ചെയിനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ആദ്യം കാണിച്ച റെസിനാണ്. ഇത് ഹാർഡനറാണ്. ഇത് മെഷറിംഗ് കപ്പ്. ഇത്രയാണ് ഞാൻ ആകെ മൊത്തം ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങൾ. അതിനായിട്ട് മെഷറിംഗ് കപ്പിലോട്ട് ഒരു 30 ml റെസിൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 30 ml ഹാർഡനറും. എൻ്റെ റെസിനും ഹാർഡനറും ഞാൻ എടുത്തിരിക്കുന്നത് 1:1 റേഷ്യോയിലുള്ളതാണ്. നമുക്ക് പല രീതിയിലുള്ള റെസിന് ഹാർഡനറും കിട്ടും. 3:1, 2:1. നമ്മൾ എടുക്കുന്ന റെസിൻ ഏതാണോ അല്ലെങ്കിൽ ഹാർഡനർ ഏതാണോ അതിനനുസരിച്ച് നമ്മൾ അതിൻ്റെ റേഷ്യോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. എൻ്റേത് 1:1 ആണ്. അപ്പോൾ 30 ml റെസിനും 30 ml ഹാർഡനറും എടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തിരിക്കുന്ന മെഷറിംഗ് കപ്പ് 60 ml ആയതുകൊണ്ട് അത് ഓൾറെഡി ഫില്ലായതുകൊണ്ട് ഞാൻ വേറൊരു കപ്പിലോട്ട് മാറ്റുകയാണ്. അതിലോട്ട് മാറ്റിയതിന് ശേഷം വളരെ സ്ലോ ആയിട്ട് 5 to 6 മിനിറ്റ് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. സ്പീഡ് കൂടിയാൽ ബബിൾസ് കൂടും. ബബിൾസ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് അത് ശരിയായ രീതിയിൽ കിട്ടത്തില്ല. അപ്പോൾ അതിനുശേഷം ഞാൻ മിക്സ് ചെയ്തതിന് ശേഷം വേറൊരു കപ്പിലോട്ട് ഒരു കുറച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ഗ്ലിറ്റർ ആഡ് ചെയ്തിട്ടുണ്ട്. ഗ്ലിറ്റർ ആഡ് ചെയ്ത് അതും ഒരു 1 to 2 മിനിറ്റ് മിക്സ് ചെയ്തു. അതിനുശേഷം നമുക്ക് മോഡിലോട്ട് ലെറ്റേഴ്സിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പിഗ്മെൻറ്റ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ മൈക്ക പൗഡർ ഉപയോഗിക്കാം. നമുക്ക് ഏതാണോ വേണ്ടത് അത് ഉപയോഗിക്കാം. ഞാനിവിടെ ഗ്ലിറ്ററാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിനുശേഷം ബ്ലൂ കളറിലുള്ളതാണ് ആദ്യം യൂസ് ചെയ്തത്. അതിനുശേഷം ഞാനിപ്പോൾ ഒരു റെഡ് കളറിൽ ഉള്ള ഗ്ലിറ്ററാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് സൊല്യൂഷൻ്റെ അകത്തോട്ട് ഞാൻ റെഡ് കളറുള്ള ഗ്ലിറ്റർ ആഡ് ചെയ്യുന്നു. ഇതുകൂടാതെ നമുക്ക് ഇതിലോട്ട് സൊല്യൂഷൻ, ഈ മോഡിലോട്ട് സൊല്യൂഷൻ ഒഴിച്ചിട്ട് പിഗ്മെൻറ്റോ മൈക്ക പൗഡറോ അല്ലെങ്കിൽ ഗ്ലിറ്റേഴ്സോ ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് ടൂത്ത് പിക്ക് വല്ല ഉപയോഗിച്ച് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ ഇങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. മറ്റേ രീതിയിൽ ഉപയോഗിക്കുമ്പോൾ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നവർക്ക് പ്രശ്നമില്ല. അല്ല, നമുക്കത് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ സൊല്യൂഷനകത്തോട്ട് ഒഴിച്ചിട്ട് സൊല്യൂഷനകത്തോട്ട് പിഗ്മെൻറ്റോ അല്ലെങ്കിൽ മൈക്ക പൗഡറോ ഗ്ലിറ്ററോ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് അതൊരു 1 to 2 മിനിറ്റ്സോളം നമ്മളത് വീണ്ടും മിക്സ് ചെയ്യുക. അതും വളരെ പതുക്കെ വേണം. ബബിൾസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് റിസൾട്ട് കിട്ടില്ല. അപ്പോൾ ഇതെല്ലാം ആയി കഴിഞ്ഞതിന് ശേഷം 24 അവർ കഴിഞ്ഞതിനുള്ള 24 അവർ കഴിഞ്ഞിട്ടുള്ള റിസൾട്ടാണിത്. അതായത് കറക്റ്റ് ഒരു 24 to 48 hours നമ്മൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതായത് 24 അവർ ആകുമ്പോഴത്തേക്കും ആകും. നമ്മുടെ മിക്സിങ്ങും നമ്മുടെ മെഷർമെൻറ്റും കറക്റ്റ് ആണെങ്കിൽ 24 അവർ ആകുമ്പോൾ തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. ഇതിനകത്ത് ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. റെസിനായിട്ട് വർക്ക് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഗ്ലൗസും മാസ്കും ഉപയോഗിക്കണം. ഇൻ കേസ് നമ്മുടെ കയ്യിൽ കുറച്ച് പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹാൻഡ് സാനിറ്റൈസർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ആൽക്കഹോൾ വൈപ്സ് ഉപയോഗിച്ച് നമുക്കത് തൂത്ത് കളയാം, വാഷ് ചെയ്ത് കളയാം. പക്ഷേ സോപ്പും വാട്ടറും ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് പോകാൻ വളരെയധികം പാടാണ്. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഫൈനൽ റിസൾട്ടാണിത്. ഇതിനകത്ത് 2 കാര്യങ്ങളെ മെയിനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാനുള്ളൂ. മെഷർമെൻറ്റ് കറക്റ്റായിരിക്കണം. നമ്മുടെ മിക്സിങ്ങും കറക്റ്റാണ് എന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് തന്നെ കിട്ടും. അത് കറക്റ്റ് ആയില്ലെങ്കിലാണ് ഈ ഒരു റെസിനായിട്ട് നമുക്കൊരു ഗ്ലാസ് പോലെയാണല്ലോ നമുക്ക് കിട്ടുന്നത്. ഒരു റബ്ബർ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് പോലെയായിരിക്കും. നമ്മുടെ മിക്സിങ്ങോ അല്ലെങ്കിൽ മെഷർമെൻറ്റോ കറക്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ റെസിൻ അല്ലെങ്കിൽ ഹാർഡനറിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് പല രീതിയിൽ നമുക്ക് വരാം. 1:1 വരാം, 2:1 വരാം. 2:1 ആകുമ്പോൾ റെസിൻ 2ഉം ഹാർഡനർ 1ഉമാണ് എടുക്കേണ്ടത്. പിന്നെ 3:1 സൊല്യൂഷൻ ഉണ്ട്. അതാകുമ്പം റെസിൻ 3ഉം ഹാർഡനർ 1ഉമാണ്. എൻ്റേത് 1:1 ആണ്. നല്ല റെസിനാണിത്. ഹാർഡനറും നല്ലതാണ്. 24 അവർ ആകുമ്പോൾ തന്നെ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ നല്ല റിസൾട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇതാണ് ഫൈനൽ ഔട്ട്കം വന്നിരിക്കുന്നത് എനിക്ക്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.